الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പകുതിയും നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ 10-15 ദിവസങ്ങൾ നമുക്കെത്ര കണ്ട് നന്മകളിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു, എത്ര കണ്ട് നമ്മൾ അതിൽ വീഴ്ച വരുത്തി എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുകയും ശേഷിക്കുന്ന സമയങ്ങൾ ആ കേടുപാടുകൾ തീർത്ത് റമദാൻ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള ശാരീരികവും മാനസികവും ഈമാനികവുമായ കരുത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും സമ്പത്ത് ആവശ്യമാണ്. നമുക്കൊക്കെ അറിയാം, ഉപജീവനത്തിന് വേണ്ടി ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനായി ഒട്ടേറെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതേപോലെ വസ്ത്രത്തിനും പാർപ്പിടത്തിനും തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊക്കെ ധനം ആവശ്യമാണ്.
പൈസയില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഞെരുക്കവും ഭാരവുമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ടൊക്കെ തന്നെ പരിശുദ്ധ ഖുർആൻ ധനത്തെ സംബന്ധിച്ച് പ്രയോഗിച്ച ഒരു പ്രയോഗം ശ്രദ്ധേയമാണ്. വലാ തുഅ്തുസ് സുഫഹാഅ അംവാലകുമുല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ. നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി അള്ളാഹു നിശ്ചയിച്ച സമ്പത്ത് വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് സൂറത്തുൻ നിസായിലെ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ആ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പലവിധ സമ്പാദന മാർഗങ്ങളും തേടുന്നു. അത് ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും മറ്റേത് മാർഗത്തിലൂടെയാണ് എങ്കിലും ഹലാലായ ഏത് വഴിയിലൂടെയും നമുക്ക് എത്രയും സമ്പാദിക്കാം. ഇത്രയേ പാടുള്ളൂ എന്നൊരു പരിധി അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടില്ല. സ്വഹാബികളുടെ കൂട്ടത്തിൽ അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സമർത്ഥരായ കച്ചവടക്കാരുണ്ടായിരുന്നു, സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. അവരുടെ സമ്പത്ത് ദീനിനും സമൂഹത്തിനും ഒട്ടേറെ ഉപയോഗപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ സമ്പത്ത് നമ്മൾ സമ്പാദിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിരുത്തേണ്ടതുണ്ട്. ഒന്ന്, ഹലാലായ മാർഗത്തിലൂടെയായിരിക്കണം എന്റെ സമ്പാദ്യം. കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും മറ്റേത് റെന്റിന് കൊടുക്കുന്ന വാടകയുടെ വഴിയിലൂടെയാണെങ്കിലും ഒക്കെ അതിൽ ചതിയും വഞ്ചനയും പലിശയും കൊള്ളയും കളവും ഒന്നും വരാൻ പാടില്ല എന്നർത്ഥം. ആ ഹലാലിന് വിരുദ്ധമായി ഹറാമുകളുടെ ഒരു ചാല് നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട്. അയ്യുമാ ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു മനുഷ്യന്റെ ശരീരം ഹറാമിലൂടെ തടിച്ചു കൊടുക്കുന്നുവോ, അയാളുടെ സമ്പാദ്യമാർഗം, അയാൾ തിന്നുന്നത്, കുടിക്കുന്നത്, ഉടുക്കുന്നത്, കിടക്കുന്നത് എല്ലാം ഹറാമ് കലർന്ന സമ്പാദ്യത്തിലൂടെയാണെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, ആ ശരീരത്തിന് ഏറ്റവും അർഹപ്പെട്ടത് നരകത്തീയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹലാലല്ലാത്ത, പടച്ചറബ് നിഷിദ്ധമാക്കിയ ഒരു സമ്പാദ്യ മാർഗവും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ആ സമ്പത്ത് ഹലാലിലൂടെ തന്നെയാണ് നമ്മൾ സമ്പാദിച്ചത്. പക്ഷെ അത് വിനിയോഗിക്കുമ്പോഴും എന്റെ സമ്പത്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെലവഴിക്കും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് പറയുന്ന ധിക്കാരത്തിന്റെ ഒരു സ്വഭാവം സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാനേ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മരണാനന്തരമുള്ള ആ ലോകത്ത് നമ്മൾ വെച്ച കാലൊന്നും മാറ്റിച്ചവിട്ടാൻ റബ്ബ് സമ്മതിക്കുകയില്ല. 3-4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചതിന് ശേഷമല്ലാതെ, അതിന് കൃത്യമായ മറുപടി നൽകിയതിന് ശേഷമല്ലാതെ. അതിൽ 2 ചോദ്യം സമ്പത്തിനെ സംബന്ധിച്ചാണ്. മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു. എവിടെ നിന്നാണ്, എങ്ങനെയാണ് നീ സമ്പാദിച്ചത്? ഹലാലിലൂടെയാണോ ഹറാമിലൂടെയാണോ, അതൊന്നും പരിഗണിക്കാതെയാണോ? ആ സമ്പാദ്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടാകും. വഫീമ അൻഫഖഹു, അത് ചെലവഴിച്ചത് ഏത് മാർഗത്തിലാണ് എന്നതിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകുമെന്നാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ സമ്പത്ത് നമുക്കൊരു അനുഗ്രഹമായി അനുഭവിക്കുവാനും പരലോകത്തെ സ്വർഗത്തിന്റെ ഓരോ പദവികളും നേടിയെടുക്കാൻ ആ സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കുവാനും സാധിക്കും. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കയ്യിൽ, നമ്മുടെ അധീനതയിൽ സമ്പത്തുണ്ട്. ആ സമ്പത്തിന്റെ വളർച്ചയും വിശുദ്ധിയും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതിന് അള്ളാഹു നിശ്ചയിച്ച ബാധ്യതകൾ വീട്ടേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് പ്യൂരിഫൈ ചെയ്ത് സംശുദ്ധമായി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ അനന്തരാവകാശികൾക്കും ഒക്കെ ഉപയോഗിക്കുവാൻ പറ്റുന്ന, വിഷമില്ലാത്ത, അഴുക്കില്ലാത്ത, ശുദ്ധമായ സമ്പത്തായി മാറണം. അതേപോലെ തന്നെ അത് വളരണം, വികസിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ബാധ്യതയായി ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ട്. അവിടെ പിശുക്കും അലസതയും ഒന്നും പാടില്ല. അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ, ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച് അവിടെയൊക്കെ രക്ഷപ്പെടുവാൻ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ
സഹോദരങ്ങളെ, ആ സമ്പത്ത് നമുക്ക് എവിടെ കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ നടന്നു പോകുന്നതിനിടയിൽ ഒന്ന് കുഴഞ്ഞു വീണാൽ, നമ്മുടെ ശ്വാസം നിലച്ചാൽ, ഈ സമ്പത്ത് കൊണ്ട് എന്ത് നേട്ടമായിരിക്കും അതിനു വേണ്ടി കാവലിരുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? ആ സമ്പത്തിന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അനന്തരാവകാശികൾ അടിപിടി കൂടുന്നത്, കൊലപാതകങ്ങൾ വരെയും നടക്കുന്നത്. അപ്പൊ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല, ദുനിയാവിലും ഉപകാരപ്പെടാത്ത അവസ്ഥക്ക് പകരം ഈ രണ്ട് ലോകത്തും അതൊരു നിഅമത്തായി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അതുവഴി ഒട്ടേറെ നന്മകൾ നേടിയെടുക്കുവാനും സാധിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. അതേപോലെ തന്നെ സ്വതക്ക. സമ്പത്തുള്ളവരുടെ മേൽ അള്ളാഹു ഏർപ്പെടുത്തിയ ഉത്തരവാദിത്തങ്ങളാണവർ. എത്രയോ ആളുകൾ നമ്മുടെ കുടുംബത്തിലും പരിസരത്തുമൊക്കെ പാവപ്പെട്ടവരായി, ഫക്കീറായി, മിസ്കീനായി, നിത്യവൃത്തിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്ന സ്ത്രീകളും മക്കളുമൊക്കെയുള്ള ആളുകൾ. കാരണം വാപ്പ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി. ഇങ്ങനെ പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. ജീവിക്കാൻ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, ചികിത്സിക്കുവാൻ വേണ്ടി സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്ന പല ആളുകളുമുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ കടപ്പെട്ടവരാണ് റബ്ബ് കയ്യിലേക്ക് സമ്പത്ത് നൽകിയ ആളുകൾ. ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കയ്യിൽ 4 കാശ് വരുമ്പോൾ പടച്ച റബ്ബിനെ മറന്നുകൊണ്ടൊന്നും പറയുകയില്ല. ഇതൊരു ബാധ്യതയാണ്, റബ്ബിന്റെ നിഅമത്താണ്, അള്ള നൽകിയതാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ. എത്ര സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ശരിയാണ്, നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്, നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു നിമിത്തമാണ്. എത്രയോ ആളുകൾ, നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, നമ്മുടെ കൂടെ ഗൾഫിൽ വന്ന ആളുകൾ, നമ്മുടെ കൂടെ ജോലി ചെയ്ത ആളുകൾ, എല്ലാവരും നമ്മളെപ്പോലെ സമ്പന്നരായിട്ടില്ല. പഠിച്ചവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയ എല്ലാവരും സമ്പന്നരായിട്ടില്ല. ബിസിനസ് ചെയ്ത എത്രയോ ആളുകൾ തകർന്ന് പാളീസായി പോയിട്ടുണ്ട്. അപ്പോ എന്റെ മിടുക്ക്, എന്റെ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണ്ടതില്ല. നമ്മൾ അധ്വാനിച്ചപ്പോൾ, നമ്മൾ പരിശ്രമിച്ചപ്പോൾ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടായത്. അതൊരിക്കലും മറന്നുകൊണ്ട്, വന്ന വഴികൾ മറന്നുകൊണ്ട് നമ്മൾ ഒന്നും പറയരുത്, റബ്ബിനെ വിസ്മരിക്കരുത്, ഒന്നും ചെയ്യരുത്. ഖാറൂൻ എന്ന അതിസമ്പന്നന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും പാഠമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശ്വാസികളായ നമുക്ക് ഖുർആൻ എടുത്ത് ഓതുന്ന റമദാനിൽ അതിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, വന്ന വഴികളെ വിസ്മരിച്ചുകൊണ്ട് ഒന്നും നമ്മൾ സംസാരിക്കുകയില്ല. ഖാറൂൻ എന്ന് പറയുന്ന അതിസമ്പന്നനായ മനുഷ്യൻ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽപ്പെട്ട അതിസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു ഖാറൂൻ. അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് ധാരാളമായി അള്ളാഹു സമ്പത്ത് നൽകി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം നമ്മളെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അയാളുടെ സമ്പത്ത് ഏറ്റിക്കടക്കാൻ കുറെ ആളുകൾ വേണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. അയാളുടെ സമ്പത്തുകൾ ശേഖരിച്ച ലോക്കറുകളുടെ താക്കോലുകൾ കൂട്ടിയിട്ടാൽ ആ താക്കോലേറ്റാൻ ഒരു പറ്റം ബറ്റാലിയൻ ശക്തരായ യുവാക്കൾ വേണ്ടി വരുമായിരുന്നു. അത്രമാത്രം സമ്പത്തിന്റെ ഉടമയാണ്. പക്ഷേ അവിടെ അയാൾ അഹങ്കരിച്ചു, നിലമറന്ന് സംസാരിച്ചു. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. പാവപ്പെട്ട ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ, ഏതെങ്കിലും നല്ല മാർഗത്തിൽ അത് ചെലവഴിക്കാൻ പറയുമ്പോൾ അയാൾ പറഞ്ഞ ധിക്കാരത്തിന്റെ വർത്തമാനം ഖുർആൻ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിന്റെ 76 മുതൽ 82 വരെയുള്ള ആയത്തുകളിൽ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അയാൾ പറഞ്ഞത്, ഇതൊക്കെ എനിക്കാരും കെട്ടിയിറക്കി തന്നതല്ല, ഞാൻ നന്നായി അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് സാമർത്ഥ്യം ഉപയോഗിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് അയാൾ നിഗളിച്ചു, അഹങ്കരിച്ചു. അപ്പൊ എന്തുണ്ടായി? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അയാൾ കെട്ടിയുണ്ടാക്കിയ കൊട്ടാരത്തെ ആ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളഞ്ഞു, അയാളെ അടക്കം. ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ കൊടുത്ത ആ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകുമ്പോൾ ദീനും പടച്ചവനും അതേപോലെ പരലോകവും എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു വർത്തമാനവും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുവാൻ പാടില്ല. നമ്മൾ അതിസമ്പന്നരായിരിക്കാം, പക്ഷേ പടച്ച റബ്ബ് രോഗം തന്ന് നമ്മെ പരീക്ഷിച്ചാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹ് ഹലാലാക്കിയ ദുനിയാവിലുള്ള പലതും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ വിലക്കിയ നീണ്ട ലിസ്റ്റുകളുള്ള എത്രയോ സമ്പന്നരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സമ്പത്തില്ലാത്ത നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്.
ആ രോഗം മാരകമായ രോഗമാണ് എങ്കിൽ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയാലും തികയാത്ത അവസ്ഥ, ഒരു സുഖവും സന്തോഷവും സമാധാനവുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ആ സമ്പത്തിന്റെ മേൽ അഹങ്കാരിയായി ധിക്കാരിയായി റബ്ബിനെ മറന്ന് വന്ന വഴികൾ മറന്ന് പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ എന്തെങ്കിലും സംസാരിച്ചാൽ അടുത്ത നിമിഷം നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു തടിപ്പ് മതി, ചെറിയൊരു ചൊറിച്ചിൽ മതി, അത് പോയി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നടത്തി പരിശോധനകൾ നടത്തിയൊക്കെ റിസൾട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ആകെ തളർന്ന് കൊഴിഞ്ഞു വീഴുന്നത്. അപ്പോ അങ്ങനത്തെ അവസ്ഥയില്ലാതെ റബ്ബ് നൽകിയതാണ് എന്നുള്ള ബോധത്തോടുകൂടി വലാ തൻസ നസീബക മിനദ് ദുനിയ, എല്ലാം കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടില്ല. നിനക്ക് നിന്റെ ദുനിയാവിലെ വിഹിതം നീ മറക്കണ്ട, പക്ഷെ പരലോകമുണ്ട് എന്നത് നീ മറന്നു പോകരുത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോൾ റബ്ബിന്റെ മാർഗത്തിൽ അല്ല നൽകിയതിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ ചെലവഴിക്കണം, അത് സക്കാത്തായും സദഖയായും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നഷ്ടമില്ലാത്ത കച്ചവടം എന്നാണ് അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, നിസ്കാരം നേരെ ചൊവ്വെ നിർവഹിക്കുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടം പറ്റാത്തൊരു കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കൊടുത്തല്ലോ പോയി തീർന്നു എന്നല്ല, എനിക്കത് പടച്ച റബ്ബ് തിരിച്ചു തരും, ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് എനിക്കത് ഉറപ്പായും കിട്ടും എന്ന വിശ്വാസത്തോടുകൂടി അവർ ചെലവഴിക്കുന്ന ചെറുതും വലുതുമായ ഏത് സമ്പാദ്യവും നഷ്ടം പറ്റാത്ത കച്ചവടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ ഉണർത്തി. അതേപോലെ അള്ളാഹു നിലനിർത്തി തരും ആ സമ്പത്തിന്. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു, നിങ്ങൾ ചെലവഴിക്കുന്നത് അള്ളാഹു അതിന് ശേഷിപ്പ്, അതിന് ഒരു പിന്തുടർച്ച നൽകുമെന്നാണ്. വഹുവ ഖൈറുർ റാസിഖീൻ, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്ന, ഉപജീവനം നൽകുന്നവനാണ് അള്ളാഹു എന്ന് സൂറത്ത് സബയിലെ 39-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ദിവസവും നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ 2 മലക്കുകൾ നമ്മുടെ കൂടെ അള്ളാഹു പറഞ്ഞയക്കുന്നുണ്ട് എന്ന്. ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്ക് നീ ഇനിയും കൊടുക്കണമേ, അയാൾക്കൊരു തുടർച്ചയുണ്ടാക്കണമേ, ശേഷിപ്പുണ്ടാക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അടുത്ത മലക്ക് പറയുന്നത് അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, ചെലവഴിക്കേണ്ട രംഗത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കനായ ലുബ്ധത കാണിക്കുന്ന ആളുടെ ആ സമ്പത്ത് നശിച്ചു പോകണേ, നാശം കൊടുക്കണേ എന്ന് മലക്ക് പ്രാർത്ഥിക്കും, എതിരിൽ പ്രാർത്ഥിക്കും. അപ്പോൾ എന്ത് വേണം എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് പറഞ്ഞൊരു കാര്യം, സലാസത്തുൻ ഉഖ്സിമു ഫീഹിൻ വഉഹദ്ദിസുകും ഹദീസ ഫഹ്ഫളൂഹു, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്തു, ഉഖ്സിമു അലൈഹിന്ന, സത്യം ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖത്തിൻ, സദഖ ചെയ്തതിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല എന്നാണ്. അനുഭവമാണ്. കൊടുത്ത് ശീലമുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. നമ്മൾ അത്തരം ശീലമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് തന്നെ പറയാനുണ്ടാകും, ഒരു തവണ 1000 രൂപയാണ് കൊടുത്തതെങ്കിൽ അടുത്ത വർഷം 1001 എന്നല്ലാതെ 999 ഡൗൺ ആയി പോകുന്ന അവസ്ഥയില്ല. സമ്പന്നതയിൽ നിന്ന് ആരെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്തത് കൊണ്ടല്ല, വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കൊടുത്താൽ കൊടുത്തതിന്റെ പേരിൽ ഒരാളും നശിച്ചിട്ടില്ല, സമ്പത്ത് ചുരുങ്ങിയിട്ടില്ല എന്ന്. മാത്രമല്ല കൊടുത്താൽ വർദ്ധിക്കും. അള്ളാഹ് പറഞ്ഞത്, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. അംബത്തത് സബ്അ സനാബിൽ, നമ്മൾ വിത്തിറക്കുന്നത് ഒരു ധാന്യമണിയാണെങ്കിൽ ആ ധാന്യമണി മുളച്ച് അതിൽ നിന്ന് കതിർക്കുലകൾ ഉണ്ടാവുകയാണ്. 7 കതിർക്കുലകൾ. ഒരു നെല്ലിൽ നിന്ന് അതൊരു ഞാറായി വളർന്നു വന്ന് അതിൽ 7 കതിർക്കുലകൾ ഉണ്ടായി. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിർക്കുലയിലും
100 ധാന്യമണി, അപ്പോ ഒന്നിന് 700 എന്ന രീതിയിൽ. ഒരു നെല്ലിറക്കിയപ്പോൾ 700 നെൽമണികളായി തിരിച്ചു കിട്ടുന്നത് പോലെ ഇതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുന്ന, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്കുള്ളത് എന്നാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തസദ്ദഖ അഹദുൻ ബിഅദ്ലി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ അത്ര ചെറിയ ഒരു വിഹിതം, അത്രേ അയാളുടെ കയ്യിലുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അത് സദക്ക ചെയ്താൽ മിൻ കസ്ബിൻ ത്വയ്യിബിൻ, വിശുദ്ധമായ ഹലാലായ നല്ല മാർഗത്തിലൂടെ സമ്പാദിച്ച ആ നല്ല സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഇല്ലാ അഖദഹർ റഹ്മാനു ബിയമീനി, പരമാകാരുണ്യകനായ റബ്ബ് തന്റെ വലത് കൈ കൊണ്ട് അതിനെ സ്വീകരിക്കും. അഥവാ അതിനെ ആദരിച്ച് സ്നേഹിച്ച് അതിനെ സ്വീകരിച്ച് ഫയുറബ്ബിഹാ ലിസാഹിബിഹാ, അയാൾക്ക് വേണ്ടി പടച്ച റബ്ബ് അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കും. കമാ യുറബ്ബി അഹദുക്കും ഫൽവഹു, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വളർത്തുമൃഗങ്ങളെ വളർത്തി വലുതാക്കുന്നത് പോലെ, കുതിരക്കുട്ടിയെ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് പരിചരിച്ച് സംരക്ഷിച്ച് അതിനെ വളർത്തി വലുതാക്കുന്നത് പോലെ റബ്ബ് നിങ്ങൾ കൊടുത്ത ചെറിയ ദാനം അള്ളാഹ്ക്കത് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മനസ്സ് അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ നല്ല സമ്പത്തിൽ നിന്ന് ചെലവഴിച്ച ആ വിഹിതം അള്ളാഹു അതിനെ വളർത്തി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. ഹത്താ തസീറ തംറതു അഅലമ മിൻ ഉഹദ്, ഒരു കാരക്കച്ചുളയുടെ അത്രമാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി പരലോകം പ്രതീക്ഷിച്ച് പടച്ചറബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നിങ്ങൾ കൊടുത്തതാണെങ്കിൽ ഉഹുദ് മലയേക്കാൾ വലുതാക്കി അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ്. ഇനി എങ്ങനെയൊന്നും കൊടുക്കണില്ലെങ്കിലോ ചെലവഴിക്കാതിരിക്കുകയാണ് എങ്കിലോ അതൊരു വിഷം കണക്കെ നഞ്ചെന്തിന നാനായി എന്ന് ചോദിക്കുന്നത് പോലെ നമ്മുടെ മറ്റുള്ള സമ്പത്തിനെ കൂടി നശിപ്പിച്ചു കളയുന്ന അപകടകാരിയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ശിക്ഷയുണ്ട് ചെലവഴിക്കാത്ത ആളുകൾക്ക്. ദുനിയാവിൽ തന്നെ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലനങ്ങൾ, ആ ശിക്ഷയുടെ ഒരു വിഹിതം ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. മാ മനഅ ഖൗമുൻ സകാത ഇല്ല ബതലാഹും അല്ലാഹു ബിസ്സിനീൻ, സകാത്ത് കൊടുക്കാൻ മടിയുള്ള ഒരു ജനതയുണ്ടെങ്കിൽ അള്ളാഹു ആ ജനതയെ പരീക്ഷിക്കും, വരൾച്ച കൊണ്ട്, ക്ഷാമം കൊണ്ട്. അതേപോലെ മൻ ആതാഹു അല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹു, അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ട് ആ സമ്പത്തിന്റെ നിസാബ് കണക്കാക്കി അതിന്റെ വിഹിതം സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുസ്സില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ, ഉഗ്ര സർപ്പമായി, വലിയൊരു കാളസർപ്പമായി ആ സമ്പത്ത് മാറും, അള്ളാഹു മാറ്റും. എന്നിട്ട് ലഹു സബീബത്താൻ, അതിന് 2 തേറ്റകൾ ഉണ്ടായിരിക്കും, വിഷദംഷ്ടമായ പല്ലുകൾ. യുതവ്വിഖുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ വലിയ ഉഗ്രവിഷമുള്ള കാളസർപ്പത്തെ അള്ളാഹു അയാളുടെ കഴുത്തിൽ ചാർത്തി കൊടുക്കും. സുമ്മ യഅഖുദു ബിലിഹ്സിമതൈഹി, അയാളുടെ 2 കവളിലേക്കും അത് ആഞ്ഞു കൊത്തി വലിച്ചു കീറുന്നുണ്ടാകും. സുമ്മ യഖൂൽ അന മാലുക അന കൻസുക, നിന്റെ സമ്പത്ത് ഞാനാണ്, നിന്റെ ധനശേഖരമാണ് ഇത്, അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അയാൾക്ക് ശിക്ഷ കൊടുക്കുമെന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് ഒരു ആയത്ത് മോദി, അഥവാ ഖുർആനിലും ഹദീസിലും വന്നൊരു വിഷയം, 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്ത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് കൊടുത്തിട്ട് അത് ചെലവഴിക്കാതെ പിശുക്കി വെച്ചിരിക്കുന്ന ആളുകൾ ഒരിക്കലും കരുതേണ്ടതില്ല ഞാൻ മിടുക്ക് കാണിച്ചു, വിജയിച്ചു, പലരെയും പറ്റിച്ചു എന്ന് കരുതേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹു, ബൽ ഹുവ ശർറുൻ ലഹും, മറിച്ച് അത് അവർക്ക് ഷർറാണ്, ദോഷമാണ്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവരുടെ സമ്പാദ്യങ്ങളെല്ലാം കഴുത്തിൽ ഒരു ആഭരണമായി ചാർത്തി കൊടുക്കും എന്ന് ഖുർആൻ പറഞ്ഞതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. ഒരു ഉഗ്ര സർപ്പമായി, കാളസർപ്പമായി അയാളുടെ കഴുത്തിൽ ചുറ്റുമെന്ന് പറഞ്ഞത്. അതേപോലെ സ്വർണവും വെള്ളിയും അത് ചെലവഴിക്കാതെ, അതിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അത് ആവശ്യത്തിന് കൊണ്ടുപോയി ബാങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പണയം വെച്ചും വിറ്റുമൊക്കെ കാര്യങ്ങൾ നടത്തി ദുനിയാവിൽ അത് അങ്ങനെ ലാവിശായി ഉപയോഗിച്ചു. അതിലൊരു ബാധ്യതയുണ്ടല്ലോ, സക്കാത്ത്, സ്വതക്ക, ഇതൊന്നും പരിഗണിക്കാത്ത ആളുകൾ. ഖുർആൻ പറയുന്നു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ,
സ്വർണവും വെള്ളിയും നിധിശേഖരങ്ങളാക്കി വെക്കുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാത്ത ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തേക്കൂ നബിയെ എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ആ സ്വർണവും വെള്ളിയും ഒക്കെ നരകത്തിലിട്ട് ചുട്ടുപഴുപ്പിച്ച്, ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അവർ നെറ്റിത്തടത്തും പാർശ്വഭാഗങ്ങളിലും മുതുകിലുമെല്ലാം അതുകൊണ്ട് നരകത്തിലിട്ട് ചുട്ടുപടിപ്പിച്ച് ആ സ്വർണവും വെള്ളിയും തകിടുകളാക്കി അവരെ വേദനിപ്പിക്കും, പൊള്ളിക്കും. ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശേഖരിച്ചു വെച്ച നിങ്ങളുടെ സമ്പാദ്യം, നിധി ഇതാ നിങ്ങൾ തന്നെ അനുഭവിച്ചോ. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ എന്ന് പറഞ്ഞ് വഷളാക്കി അപഹസിക്കുന്ന വേദനയേറിയ ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് കാത്തിരിക്കുന്നത് എന്ന് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 34-35 ആയത്തുകളിലൂടെ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. തകിടുകളാക്കി, സ്വർണവും വെള്ളിയും ഒക്കെ തകിടുകളാക്കി, ഷീറ്റുകളാക്കി അത് നരകത്തിലിട്ട് ചുട്ടുപൊഴിപ്പിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വെച്ച് പൊള്ളിക്കുന്ന രംഗം പരലോകത്ത് വരാനുണ്ട് എന്നാണ്. അപ്പോ ഇത് സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്ക് മാത്രമാണോ, അല്ലെങ്കിൽ കൊയിനുകൾക്ക് മാത്രമാണോ, ആഭരണങ്ങളാണെങ്കിൽ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തും ഹദീസും ഒക്കെ ഓതിക്കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് പേടിച്ചിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, വിശ്വാസികളായ നമ്മുടെ ഉമ്മ, അവർ പറയാൻ, കുൻതു അൽബസു ഔലാഹം മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഓതിക്കേട്ടപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിശദീകരണങ്ങൾ ഞാൻ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട്, യാ റസൂൽ അല്ലാഹ് അകൻസുൻ ഹുവ, എന്റെ ഈ കയ്യിലും കാതിലും ഒക്കെയുള്ള ആഭരണങ്ങൾ അല്ലാഹ് പറഞ്ഞ പരലോകത്ത് വെച്ച് ചൂടുവെപ്പിക്കുന്ന കൻസ്, ആ നിധിശേഖരം എന്ന് പറഞ്ഞതിൽ എന്റെ ഈ ആഭരണങ്ങൾ പെടുമോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആഭരണല്ലേ, കൊടുക്കണ്ട എന്നാണോ? മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മാ ബലഗ അൻ തുഅദ്ദാ സകാതുഹു ഫസുക്കിയ ഫലൈസ ബികൻസ്, സകാത്ത് കൊടുക്കേണ്ട നിസാബ്, അതിന്റെ പരിധി എത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ആക്ഷേപിച്ച ആ നിധിശേഖരത്തിൽ പെടുകയില്ല, വരികയില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ധരിക്കുന്ന ആഭരണമാണ് എങ്കിലും അള്ളാഹ് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ആ നിസാബ്, അതിന്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ സകാത്ത് അതിനുമുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ പരലോകത്ത് അത് ശിക്ഷയായി അനുഭവിക്കേണ്ടി വരും. നരകത്തിന്റെ തീക്കനലുകളാക്കി അത് അല്ലാഹു ശരീരത്തിൽ വെച്ച് പഴുപ്പിക്കും എന്ന് പറഞ്ഞ ആ വേദന സഹിക്കാൻ ഒരു സഹോദരിക്കും ഒരു സഹോദരനും സാധിക്കുകയില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ കാലിന്റെ അടിയിൽ ഒരു തീക്കനൽ വെച്ച് കൊടുക്കാന്ന്. ഫതഗ്ലി മിൻഹുമാ ദിമാഉഹു, കാലിന്റെ അടിയിലിരിക്കുന്ന തീക്കനലുകൾ കൊണ്ട് തലച്ചോറ് തിളച്ചുമറിയും. അതാണ് നരകത്തിലെ ചൂടും തീയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ സ്വർണവും വെള്ളിയും ഒക്കെ തകിടുകളാക്കി നരകത്തിലിട്ട് പഴുപ്പിച്ച് അതുകൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ചൂട് വെക്കുന്ന രംഗം എത്രമാത്രം ഭയാനകമായിരിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. സമ്പത്തുള്ള ആളുകൾക്ക് എല്ലാവരും ഉള്ളതിന്റെ പകുതി കൊടുക്കണമെന്നുള്ള പറഞ്ഞു? ഇല്ല. എത്രയേ കൊടുക്കേണ്ടതുള്ളൂ? വളരെ ചുരുങ്ങിയ ഒരു പെർസെന്റേജ്. അള്ളാഹു നൽകിയ സമ്പാദ്യമാണ്, സമ്പത്താണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അതിന്റെ 50% പകുതി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിച്ച് നിർവാഹമുള്ളൂ. പക്ഷെ അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സും നമ്മുടെ അവസ്ഥകളും ഒക്കെ കണ്ടറിഞ്ഞിട്ട് എന്നാ വേണ്ട 4/1 കൊടുക്കണമെന്ന് പറഞ്ഞു. 25% ഇല്ല. എത്രയോ പറഞ്ഞിട്ടുള്ളൂ? 2.5, 2.5%. ചുരുങ്ങിയ കണക്ക് പറയുകയാണെങ്കിൽ 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 97.50 പൈസ, 97 രൂപ 50 പൈസ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. 2.5 രൂപ അത് നിങ്ങളുടേതല്ല. നേരത്തെ പറഞ്ഞതുപോലെ അത് വിഷമാണ്, അത് അഴുക്കാണ്, വൃത്തികേടാണ്. നിങ്ങൾക്കത് ഹലാലല്ല, മറിച്ച് മറ്റുള്ള പാവപ്പെട്ടവന്റെ ചോരയാണ്, അവന് കൊടുക്കേണ്ട വിഹിതമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പോ സ്വർണത്തിന്റെ നിസാബ് 10.5 പവൻ. ആ 10.5 പവൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ആഭരണമായും അതല്ലാതെ ലോക്കറിലായും 10.5 20 ഒക്കെ പവനുണ്ടെങ്കിൽ ഇതുവരെയും സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്. ആ സമ്പത്തുമായിട്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ
ഈ പറഞ്ഞ ആയത്തും ഹദീസുകളും ഒക്കെ അവർക്കും ബാധകമാണ് എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നേരെ മറിച്ച് 10 പവനേ ഉള്ളൂ, അതല്ലെങ്കിൽ 5 പവനേ ഉള്ളൂ, ഇപ്പൊ പൈസക്ക് സ്വർണത്തിന് വില കൂടുതലുണ്ടല്ലോ, എന്നാലും സക്കാത്തിന്റെ പരിധിയായി നിശ്ചയിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ 85 ഗ്രാം 10.5 പവൻ അതിന്റെ താഴെയാണുള്ളതെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരല്ല. അപ്പോ 10.5 പവൻ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 15 പവൻ ഉണ്ടെങ്കിൽ 10.5 കഴിച്ചിട്ടുള്ള ബാക്കിയല്ല കൊടുക്കേണ്ടത്, മൊത്തം 15 പവൻ ഉണ്ടെങ്കിൽ 15 പവന്റെയും 2.5% എത്രയാണ് എന്ന് കണക്ക് കൂട്ടി നോക്കുക. ആ 2.5% കൊടുക്കണം. അപ്പൊ ഓരോ വർഷവും കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായും ഇസ്ലാമിന്റെ മറ്റൊരു യുക്തി നമുക്കവിടെ കാണാൻ സാധിക്കും. മുസ്ലിങ്ങളുടെ കയ്യിൽ ഡെഡ് മണിയായി ഒരു ഗോൾഡും ഒരു കൊയിനും ഒരു വെള്ളിയും അവിടെ ചത്ത പണമായി കിടക്കുകയില്ല. ഓരോ വർഷവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു ലാഭവുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഫലപ്രദമായി കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ ലാഭകരമായ ഏതെങ്കിലും സംവിധാനങ്ങളിലൂടെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ ശ്രമിക്കും. അതാണ് അതിന്റെ യുക്തിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളിയാണ് എങ്കിലോ 595 ഗ്രാം വെള്ളി. നമ്മുടെ കറൻസിയെ പണ്ഡിതന്മാർ അതുമായിട്ടാണ് കൂടുതൽ ബന്ധിപ്പിച്ചത്. അഥവാ 595 ഗ്രാം വെള്ളിയുടെ തുല്യമായ മൂല്യം, വില ഒരാളുടെ കയ്യിൽ ഒരു വർഷത്തെ അത്യാവശ്യ ചെലവുകൾ കഴിച്ച് നീക്കിയിരിപ്പുണ്ടെങ്കിൽ അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അയാളും കുറ്റക്കാരനാണ്. ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് നമുക്ക് 285, 295 രൂപയാണ് 1 ഗ്രാം വെള്ളിയുടെ വില. കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ സക്കാത്തിനെ സംബന്ധിച്ച് ഖുത്ബ പറയുമ്പോൾ ഇതിന്റെ നേർ പകുതിയിൽ താഴെയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് 290, നമ്മുടെ ഒരു ആവറേജ് വെച്ച് 290 × 595 ഗുണിച്ചാൽ 1,72,550 രൂപ കിട്ടും. അഥവാ നമ്മുടെ അത്യാവശ്യ ചികിത്സകളും അതേപോലെ ആവശ്യങ്ങളും ഒക്കെ കഴിച്ച് ദൂർത്തടിച്ച് ലാവിശാക്കി തീർക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് 1 ലക്ഷം അല്ല 10 ലക്ഷം ഉണ്ടായാലും തികയില്ല. അവരും കടക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് സക്കാത്തിന്റെ വിഹിതം വേണ്ടി ചോദിക്കാൻ വരുന്ന ആളുകളും ഉണ്ടാകും. അവരും റബ്ബുമായി ആയിക്കൊള്ളട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നേരെ മറിച്ച് അത്യാവശ്യം തിന്നാൻ, കുടിക്കാൻ, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ചികിത്സയും പഠിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെയായി ചെലവഴിച്ച് ഒരാളുടെ കയ്യിൽ 1,75,000 രൂപ മിച്ചമുണ്ട് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ അയാൾ അതിന്റെ 2.5% സക്കാത്തായി കൊടുത്തേ മതിയാകൂ. എങ്കിൽ ആ സമ്പത്ത് ശുദ്ധീകരിക്കും. ദുനിയാവിൽ അയാൾക്ക് രക്ഷയുണ്ടാകും. ഖുർആൻ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച സൂറത്തു റൂമിലെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വമാ ആതൈതും മിൻ റിബൻ ലിയർബുവ ഫീ അംവാലിന്നാസ്. ആളുകളുടെ സമ്പത്തിൽ വർധനവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ധനാഗമന മാർഗത്തിന്റെ വഴിയായി പലിശയുമായി ബന്ധപ്പെട്ട എന്തും ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു വർധനവും യാതൊരു പരിപോഷണവും അതിനുണ്ടാവുകയില്ല. യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. പലിശയിലൂടെ നിങ്ങളുടെ ലോക്കറിലേക്ക്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നാലും അള്ളാഹ് പറഞ്ഞത് അതിന്റെ എല്ലാ ബർക്കത്തുകളും അള്ളാഹു ക്ഷയിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അതിൽ യാതൊരു ഐശ്വര്യവുമില്ല. വയുർബി സ്വദഖാത്ത്, സ്വദഖ കൊടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ ആ സമ്പത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകും, ബറക്കത്ത് നൽകും, അതിന് ജീവനുണ്ടായിരിക്കുമെന്നാണ്. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്തിന്റെ ഏതൊരു വിഹിതവും അത് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവരാണ് വാസ്തവത്തിൽ തങ്ങളുടെ സമ്പത്തിനെ ഡബിളാക്കി ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, നിസ്കാരം കഴിഞ്ഞാൽ നോമ്പിന് മുമ്പ് സക്കാത്തുണ്ട്. നോമ്പെടുത്ത ആളുകൾ സക്കാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ, ഹജ്ജ് ചെയ്ത ആളുകൾ സക്കാത്തിന്റെ കാര്യം അവഗണിച്ചാൽ അവരുടെ ഹജ്ജും നോമ്പും നിസ്കാരവും ഒന്നും റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതെ പോകുമെന്നുള്ള ഗൗരവതരമായ ആ താക്കീത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അവന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ 16 നമ്മളെത്തി. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ബദർ നടന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ആദർശ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 ചില്ലാനും സ്വഹാബത്തും ഒരു യുദ്ധം ലക്ഷ്യം വെച്ച് പോയതല്ല എങ്കിലും അത് യുദ്ധത്തിൽ പരിണമിക്കുകയും ധീരോദാത്തമായി പോരാടി തുല്യതയില്ലാത്ത ചരിത്രം രചിച്ച ആളുകളാണ് ബദരീങ്ങൾ എന്നറിയപ്പെടുന്ന സ്വഹാബത്തും അവരുടെ നേതാവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഈ സന്ദർഭത്തിൽ ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ അവരെ അനുസ്മരിച്ച് ഇന്നും സുബ്ഹി നമസ്കാരത്തിന് ശേഷം പല പള്ളികളിൽ നിന്നും ഒച്ചയിൽ മൈക്കൊക്കെ തുറന്നു വെച്ച് മറ്റുള്ളവർക്ക് കൂടി ശല്യമാക്കുന്ന രീതിയിൽ ഒച്ചയിൽ ബദർ മാലയും ബദർ മൗലൂദുമൊക്കെ പാടി ഭക്തിയോടുകൂടി ചെല്ലുന്ന ആളുകൾ ഇന്ന് മഗ്‌രിബാകുമ്പോഴേക്കും ആ 300 ചില്ലാനും സ്വഹാബത്തിന്റെ അത്രക്ക് കട്ടിയിൽ പത്തിരി ഉണ്ടാക്കി അത് ഒരു തീറ്റയും അതൊരു ആചാരവുമാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾ ദീനിനെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ സ്വഹാബത്ത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബദർ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ആദർശം മനസ്സിലാക്കി തൗഹീദിന് വേണ്ടി ജീവിച്ച ആളുകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ബദർ. അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനുള്ള സന്നദ്ധതയും റബ്ബിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച സാത്വികരായ ത്യാഗീവര്യന്മാരായ സ്വഹാബത്തിനെ തീറ്റപ്രിയരായ ആളുകൾ ആണ്ടും അതേപോലെ തന്നെ ഉത്സവവുമാക്കി മാറ്റുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് റബ്ബിന്റെ സഹായം കിട്ടണമെങ്കിൽ അവർ പഠിപ്പിച്ച ആശയവും ആദർശവും നമ്മുടെ നെഞ്ചിലേറ്റണം എന്നതാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. അതേപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകത്ത് മൊത്തത്തിലും പശ്ചിമേഷ്യയിൽ അഥവാ ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ചും സംഘർഷഭരിതമായ സങ്കടങ്ങൾ നിറഞ്ഞ അവസ്ഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ പലരും അവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവിടങ്ങളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോ ദിവസവും റമദാനിന്റെ പുണ്യരാത്രികളിൽ അവർക്ക് ഇബാദത്തുകളിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധത്തിൽ പലതരത്തിലുള്ള മാരകമായ ആക്രമണങ്ങളും ഭീതിയുമാണ് അവിടെയൊക്കെയുള്ളത്. അള്ളാഹു പരിപൂർണമായ സമാധാനവും സന്തോഷവും സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വതന്ത്രമായൊരു രാജ്യത്തിന് നേരെ സാമ്രാജ്യത്വ ശക്തികൾ ആക്രമിച്ച് ഒരു ഭരണകൂടത്തെയും അവിടെയുള്ള പൊതുജനങ്ങളെയും ഒക്കെ ദുരിതത്തിലാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്വാഭാവികമായും സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുട്ടികളടക്കം ഇവിടെ മക്കൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന ആളുകളാണ് സാമ്രാജ്യത്വ ഭീകരന്മാരായി സയനിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും വൃത്തികെട്ട രൂപം ഇറാനിൽ സൃഷ്ടിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. കേവലം ഇറാനിൽ മാത്രമല്ല, അവരുടെ തടിമിടുക്ക് അവർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും. വെനിസ്വേലയിൽ നമ്മൾ കണ്ടതാണ്, ലിബിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും യുഗോസ്ലാവിയയിലും ഹെയ്ത്തിയിലും കംബോഡിയയിലും പനാമയിലുമൊക്കെ ഈ പറയുന്ന സാമ്രാജ്യത്വ ഭീകരർ അവർ അതിക്രൂരമായി അവിടുത്തെ ഭരണകൂടത്തെയും അതേപോലെ തന്നെ നാടിനെയും നശിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന തെമ്മാടിത്തത്തിന്റെ കടന്നുകയറ്റം അത് ഇറാനിലും ആവർത്തിച്ചു എന്നേ ഉള്ളൂ. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനെ ശക്തമായി അപലപിക്കുകയും അവർക്കെതിരിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ മനസ്സ് വെക്കുകയും ചെയ്യണമെന്നാണ് ഒന്നാമതായി ഉണർത്താനുള്ളത്. എന്നാൽ അതിന്റെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഷിയായിസത്തെ ഇതിന്റെ മറവിൽ വിശുദ്ധമാക്കി വെള്ളപൂശി പ്രചരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നത് കാണാതിരിക്കാൻ നിർവാഹമില്ല. കൊല്ലപ്പെടുന്നവർക്കൊക്കെ പതിച്ചു നൽകുവാനുള്ള ഒരു പട്ടമല്ല ഷഹീദ് പട്ടം എന്നുള്ളത്. അത് എത്ര വലിയ തലപ്പാവുള്ള ആളാണെങ്കിലും താടി വെച്ച ആളാണെങ്കിലും മരിച്ചു വീണത് ഭീകരരുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ സയനിസത്തിന്റെ വക്താക്കളുടെ കയ്യാലാണ് എന്നുള്ളത് കൊണ്ട് അവരൊക്കെ വിശുദ്ധരാവുകയും ശുഹദാക്കളാവുകയും ചെയ്യുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തവരെ പറ്റി പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ അയാൾ ഷഹീദാണ് എന്ന് പറഞ്ഞപ്പോൾ തിരുത്തിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ ഒക്കെയുണ്ട് ഈ പറഞ്ഞ സംഭവങ്ങൾ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, അധ്യായം ബാബുൻ ലാ യഖൂലു ഫുലാനുൻ ഷഹീദ്, ഇന്നാൽ ഇന്ന വ്യക്തി രക്തസാക്ഷിയാണ്, ഷഹീദാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് അവിടെ കൊടുത്തത്. അല്ലാഹു അഅലമു ബിമൻ യുജാഹിദു ഫീ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നയിക്കുന്നവൻ ആരാണ് എന്ന് അള്ളാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. അല്ലാഹു അഅലമു ബിമൻ യുക്ലമു ഫീ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറിവും അതേപോലെ തന്നെ മാരകമായ പരിക്കുകളും പറ്റിയവരാരാണ് എന്ന് റബ്ബിനെ അറിയൂ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു വീണപ്പോൾ സ്വഹാബികളിൽ പലരും പറഞ്ഞു അയാൾ ഷഹീദാണ്, അയാൾ ഷഹീദാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈബറിലെ സംഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാൾ നരകത്തിലാണ് എന്നുള്ള വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ധീരമായി അയാൾ പോരാടിയിട്ടുണ്ടാകും, നിങ്ങളുടെ ശത്രുക്കളോട് അയാൾ അതിശക്തമായി വെല്ലുവിളിച്ചിട്ടുണ്ടാകും. പക്ഷേ അയാളുടെ മനസ്സിലുള്ള വിശ്വാസവും ആദർശവും ചിന്താഗതിയും ഒക്കെ റബ്ബിനെ അറിയൂ. അതുകൊണ്ട് ഒരാളെ പറ്റിയും ഷഹീദ് എന്ന് നമുക്ക് തീർത്ത് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ വഹി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ അതുണ്ടായിരുന്നു, ഇപ്പോ അതിന് അവസ്ഥയില്ല. ഷിയാക്കളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം സുന്നികൾക്ക് നേരെ അവർ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ മറന്നു പോകുവാനായിട്ടില്ല. ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രം പഠിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനും അപ്പുറം അവരുടെ വിശ്വാസം പരിശോധിച്ചാൽ നമ്മുടെ കൈകളിലുള്ള ഖുർആൻ തന്നെ ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ അള്ളാഹുവിന്റെ പ്രിയങ്കരായ ശുഹദാക്കളും ഔലിയാക്കളുമാകും? നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരെ സംബന്ധിച്ച് വേശ്യകളും വേണ്ടാവൃത്തി ചെയ്ത ആളുകളും എന്ന് പറഞ്ഞ് ശപിക്കുന്ന ലഅനത്ത് ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഷഹീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുകഴ്ത്തുവാനും പ്രശംസിക്കുവാനും സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് ജീവനും സമ്പത്തും കൊടുത്ത് ഇസ്ലാമിന് സംരക്ഷണം ഒരുക്കിയ സ്വഹാബത്തിൽ പലരെയും, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും, അവരെയൊക്കെ ലഅനത്ത് ചൊല്ലുന്ന ആളുകളാണ്. പച്ചക്ക് ആധുനികരായ നേതാക്കന്മാർ, ഷിയ നേതാക്കന്മാർ പറഞ്ഞു ഏരിയൽ ഷാരോണും നെതന്യാഹുവും ഒക്കെ അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും ഒക്കെ വിശുദ്ധരാണ് എന്ന് പറയുന്ന വർത്തമാനങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്ന ലോകത്ത് നിന്നാണ് അവരുടെ നേതാവിന് നമ്മൾ റളിയല്ലാഹു ചെല്ലുന്നത്. എത്രമാത്രം വിരോധാഭാസമാണ് ഇസ്ലാമിന്റെ അഖീദയും വിശ്വാസവും പഠിക്കാത്തത് കൊണ്ടുള്ള അപകടം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുക എന്നല്ലാതെ, പടച്ച റബ്ബ് അറിയാതെ, അള്ള നിശ്ചയിക്കാതെ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ആ റബ്ബിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അവനിലോടാണ് നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും പറയേണ്ടത്, നമുക്ക് ദുആ ചെയ്യാനുള്ളത്, തവക്കുലാക്കാനുള്ളത്. ആ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ലോകത്ത് എവിടെയെല്ലാം വിശ്വാസികൾ പ്രയാസപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ ആശ്വാസത്തിന് വേണ്ടി, ലോകത്ത് എവിടെയെല്ലാം അശാന്തിയും അസമാധാനവും ഉണ്ടോ അവിടെ ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ നമസ്കാര വേളയിൽ റമദാനിന്റെ പകൽ രാത്രിയും ഒക്കെ നമ്മൾ അള്ളാഹുവോട് നിരന്തരമായി ദുആ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വൈകാരികമായി ഒന്നും ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിവേകമാണ് വേണ്ടത്. സർവശക്തനായ അള്ളാഹു ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ നമ്മുടെ പശ്ചിമേഷ്യയിലെ സഹോദരങ്ങൾക്ക് ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ, സന്തോഷത്തോടുകൂടി ദീനിയായ കാര്യങ്ങൾ ആചരിച്ച് ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള സമാധാനവും സന്തോഷവും നൽകി അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ലോകരുടെ തന്നെ ശത്രുക്കളായ സിയോണിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളെ അള്ളാഹു തകർക്കുമാറാകട്ടെ. അവർക്കെതിരിൽ അള്ളാഹു ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മനുഷ്യസ്നേഹികളെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.